ഹായ് ഫുഡീസ്, ഇന്ന് നമുക്ക് ഗുലാബ് ജാമുൻ്റെ റെഡി ടു മിക്സ് കിട്ടിയിട്ട് അപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളതല്ലേ. ഈ ഗുലാബ് ജാമുൻ കിട്ടിയപ്പോൾ തന്നെ തീരുമാനിച്ചു ഇന്ന് ഇത് കഴിച്ചിട്ട് തന്നെ കാര്യം കേട്ടോ. ഒരു പാത്രത്തിൽ ചെറിയൊരു ഉരുളിയിലാണ്, അടികട്ടിയ ഉരുളിയിൽ കുറച്ച് പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം കുറച്ച് ഏലക്കായും 2-3 സാഫ്രോണും കൂടി ഇട്ട് നല്ലൊരു പഞ്ചാര വെള്ളം ഉണ്ടാക്കി കേട്ടോ. പണ്ടേ നമുക്ക് പഞ്ചാരേൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് പഞ്ചാര വെള്ളത്തിനോടേ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടുണ്ടല്ലോ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ നിന്ന് കുറച്ച് പൗഡർ എടുത്തു, ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയും വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. ആവശ്യത്തിന് ഈ പൊടി നന്നായിട്ടൊന്ന് നനച്ച് കുഴച്ച് നല്ല പരുവത്തിലാക്കി എടുത്തിട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസായി പോരുത്, നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് ഇത് പിടിക്കാനുള്ളത്. ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല, കാരണം റെഡി ടു മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സാധാരണ ഇതിൽ ആട്ടയും മിൽക്ക് പൗഡിയുമാണ് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാറുള്ളത്. ഇത് നന്നായിട്ട് തിരുമ്മി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് വെച്ചതിന് ശേഷം ഇതിനെടുത്ത് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ പിടിക്കാൻ വെച്ചിട്ടോ. ഈ ചെറിയ ബോളുകളായിട്ട് ഇങ്ങനെ പരത്തി ചെറിയ എണ്ണയൊക്കെ ചേർത്ത് ചെറിയ ചെറിയ ബോൾ 25 ഗ്രാം വീതമാണെങ്കിൽ 1/2 കിലോയിൽ 100 ബോൾ കിട്ടുമെന്നാണ് പറയണത്. പക്ഷേ നമ്മൾ അത്രയൊന്നും എടുത്തില്ല, അതിൻ്റെ പകുതി എടുക്കുള്ളൂ, എന്താവും എന്നറിയില്ലല്ലോ. അപ്പം ചെറിയ ചെറിയ ബോളുകളാക്കി ഇട്ടിട്ട് അതിന് വെച്ചതിന് ശേഷം നല്ല ഒരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഒമാര ഇട്ടിട്ടപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും ആദ്യമൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്നെങ്കിൽ തന്നെ പിന്നെ നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തു. സംഭവം ഇവർ സെപ്പറേറ്റഡ് ആയിട്ടോ. ആദ്യം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറി, പിന്നെ ഇത് വെന്ത് വന്നപ്പോൾ ഉണ്ടല്ലോ ഇവന്മാരൊക്കെ എണ്ണയ്ക്ക് മുകളിൽ പൊന്തി കിടന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്തോ ഒരു രസമാണെന്നറിയാം. എന്നിട്ട് ഇതൊക്കെ കൂടി ഷുഗർ സിറപ്പിലേക്ക് ചാടിയപ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നുള്ളൂ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.